വലിയ വലിയ പൈസക്കാരെല്ലാം ഉണ്ടാവും. ഭിക്ഷനോട് പറയും 50 ഉറുപ്പ നീ പോ, ഞാൻ നിങ്ങൾക്ക് ഫോൺ പേ ആക്കുന്നേന്ന്. ഓ പാപ്പ കാലത്തതിന് 12 മണിക്ക് ഫസ്റ്റ് കിട്ടിയ ഓൻ്റെ അത് ഫോൺ പേ. ഇനി വളക്കിയെങ്കിൽ ഓനെ ഒരളക്കാനുമല്ല ആയ ഫോൺ പേ ശുദ്ധിയില്ല. പിന്നെ അല്ലേ ചില റിക്ഷക്കാരുകൾ ആണുങ്ങ പിന്നെയും തരുന്നു ഉസ്താദെ, പെണ്ണുങ്ങ ചെന്ന ഫോൺ പേ ആക്കടായിട്ട് പോയെങ്കിൽ ഫോൺ പേയിൽ എന്തുമില്ല അല്ലെ. ഇപ്പൊ 2000 രൂപ വന്നിട്ടും അയക്കുന്നില്ല, മീനെ പാക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കടമാണെങ്കിലും ശരി, മങ്ങലെല്ലാം കഴിഞ്ഞ് കോയിന്റെ ഓനിയും പന്തലിനോനിയും പൈസ കൊടുക്കാനില്ല. ഇടാറുണ്ടോ പന്തലോർ? ഇല്ല. പന്തലുകാരന് ലാസ്റ്റ് ആ ബാക്കിയാന്ന് ഓരന്നെ പന്തലുകാർ പോയിക്കാർ പിന്നെ അരി സാമാനത്തിന്റെ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പൈസ ആവരുത്. കടമാക്കാം, കടം കൃത്യസമയത്തിനാക്കാം, പറഞ്ഞ വാക്ക് തെറ്റിക്കാരെ കൊടുക്കാം. അങ്ങനെയാണ് കടം പൂർണ്ണമായിട്ട് വീട്ടണം. നീ വീട്ടാരെ മരിച്ചുപോയി, അക്കടപാട് ബാക്കിയായി, അമാനത്ത് ബാക്കിയായി, ഏത് ബാക്കിയാണെങ്കിലും അള്ളാഹു പറയുകയാണ് മശറയിലെത്തുമ്പോ നീ വീട്ടാരെ ബാക്കിയുള്ളതെല്ലാം ഇവിടെ നിന്ന് വീട്ടണം. അവൻ പറയാണ് യാ റബ്ബ്, അല്ലാഹുവേ ദുനിയാവ് കഴിഞ്ഞുപോയല്ലോ, ഞാൻ എങ്ങനെ വീട്ടാനാണ്, ഞാൻ എങ്ങനെ കൊടുക്കാനാണ്, ഞാൻ എങ്ങനെ അവന്റെ പണം കൊടുക്കാനാണ്, ഞാൻ അവന്റെ പൈസ എങ്ങനെ കൊടുക്കാനാണ്, ഞാൻ എങ്ങനെ അമാനത്ത് വീട്ടാനാ? റബ്ബ് തആല പറയുന്നു, ഇതാ കണ്ടോ നരകത്തിന്റെ അടിയില് നീ അമാനത്ത് അവിടെയുണ്ട്, അത് കൊണ്ടുവന്നിട്ട് ഇവന് നീ കൊടുക്കണം. കടം ബാക്കി വെച്ച് ഭരിക്കുന്നവരെ, പാലിക്കാത്ത വാക്കുകൾ ബാക്കിയുള്ളവരെ, പള്ളിയുടേത്, മദ്രസയുടേത്, മക്ബറകളുടേത്, നാടിൻ്റെത്, കുടുംബത്തിന്റെ സ്വത്ത്, നാട്ടുകാർക്ക് കൊടുക്കാനുള്ളത്, മറ്റെല്ലാം നീ നാളെ ബാക്കിയാക്കിയിട്ട് പോയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, നീ ഇറങ്ങിയിട്ട് നീ അമാനത്ത് വിട്ടണേ. അല്ലാഹു പറയുമ്പോ എവിടെ? റബ്ബ് തആല പറയാ നീ പൊയ്ക്കോ, നരകത്തിന്റെ അടിയിലുണ്ട്, നരകത്തിന്റെ അടിയിലുണ്ട്. ഭാര്യനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാ കൊണ്ടുപോകണം, ഉംറക്ക് പോകാന്ന് പറഞ്ഞാ പോകണം. ഉണ്ടാഞ്ഞിട്ട് നമ്മൾ അതിന് മുടക്കം കാണിക്കരുത്, ആ വാക്കുകൾ തിരസ്കരിക്കരുത്.